ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഞാനും നിങ്ങളും പ്രവേശിക്കാൻ പോകുന്നത് പരിശുദ്ധമായ റമളാൻ മാസത്തിലാണ് എന്ന് നമുക്കെല്ലാവർക്കും ബോധ്യമുണ്ട്. സഹോദരങ്ങളെ, റമളാൻ എന്ന അതിഥി നമ്മിലേക്ക് വന്നെത്തുന്ന സമയത്ത് തീർച്ചയായും നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പരിഗണിക്കാൻ പറഞ്ഞതുപോലെ പരിഗണിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. റമളാൻ എന്ന് പറയുന്ന മഹത്തരമായ ശ്രേഷ്ഠതയുള്ള അമലുകൾക്ക് ഇരട്ടി ഇരട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്ന, പാവങ്ങൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു തരാനുള്ള മാർഗങ്ങൾ എമ്പാടും ഒരുക്കി വെച്ചിട്ടുള്ള മാസം നമ്മിലേക്ക് വരികയും നാം ആ മാസത്തെ തൊട്ട് അശ്രദ്ധയിലായി തീരുകയും ചെയ്യുക എന്ന് പറയുന്നത് സഹോദരങ്ങളെ ഏറ്റവും വലിയ തീരാ നഷ്ടമായി നമുക്ക് തീരുന്ന കാര്യമാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മിമ്പറിലേക്ക് പ്രവേശിക്കുന്ന വേളയിൽ പറഞ്ഞിട്ടുള്ള സംഭവം നമ്മളെ വളരെ ഗൗരവത്തിൽ നമ്മളെ തട്ടി ഉണർത്തേണ്ട കാര്യമാണ്. നമ്മുടെ അശ്രദ്ധ അതെന്നേക്കുമായി മാറ്റി നിർത്താൻ നമ്മെ സഹായിക്കേണ്ടതായ കാര്യമാണ്. അവിടുന്ന് ഒന്നാമത്തെ പടിയിലേക്ക് കയറുമ്പോൾ ആമീൻ എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ പടിയിലേക്ക് കയറുമ്പോഴും അവിടുന്ന് ആമീൻ എന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ പടിയിലേക്ക് പ്രവേശിച്ചപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ എന്ന് പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ആമീൻ പറഞ്ഞതെന്ന് സ്വഹാബികൾക്ക് മനസ്സിലായിട്ടില്ല. കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ ഇന്ന കാര്യത്തിന് ആമീൻ പറയുന്നുണ്ട്, എന്നാൽ എന്താണ് ആ കാര്യമെന്ന് ഞങ്ങൾക്കറിയില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൊരു കാര്യമായി അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്, മൻ അദ്റക ശഹ്റ റമളാൻ, ഒരാൾക്ക് റമളാൻ മാസത്തിൽ ജീവിക്കാൻ അവസരം ലഭിച്ചു, എന്നിട്ട് ഫലം യുഗ്ഫർ ലഹു ഫദഖല അന്നാർ, അവൻ നരകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവന്റെ പാപങ്ങളൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റമളാനിലൂടെ പുറത്തു കൊടുക്കാൻ അവൻ കാരണമായിട്ടില്ല എങ്കിൽ അവൻ നരകത്തിലേക്ക് പ്രവേശിച്ചാൽ ഫഅബഅദഹുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അകറ്റിക്കളയട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ ദുആ ചെയ്യുകയാണ്. നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുന്നത് മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠവര്യനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, അതിനാമീൻ പറയുന്നതാകട്ടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഓരോ ആളുകളും റമളാൻ മാസത്തിലൂടെ എത്രയോ തവണ ജീവിച്ചു പോയിട്ടുള്ളതാണ്. ആ റമളാനിന് ശേഷം നാം മരണപ്പെടുകയും നമ്മുടെ പാപങ്ങളൊന്നും പുറത്തു കൂട്ടാതെ നാം നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മളിൽ ഒരു ഖൈറുമില്ല, നമ്മളെല്ലാ ഖൈറിൽ നിന്നും അകറ്റിക്കളയട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഓരോ റമളാനിലേക്ക് പ്രവേശിക്കുമ്പോഴും ഈ ഒരു ദുആയെ കുറിച്ച്, അത് നമുക്കെതിരെയാകുമോ അതല്ല അതിൽ രക്ഷപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ പെടുമോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ പാപമോചനം ലഭിക്കാതെ നരകത്തിലേക്ക് പോകേണ്ടി വന്നിട്ടുള്ളത്? മഹാന്മാരായ പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. അവർക്ക് അവരുടെ പാപങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു തരാനുള്ള മാർഗങ്ങൾ എമ്പാടും ഒരുക്കി വെച്ചിട്ട് അതൊന്നുപോലും അവർ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. നന്മകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരട്ടി ഇരട്ടി പ്രതിഫലങ്ങൾ ഒരുക്കി വെച്ചിട്ട് അതൊന്നും അവർ നേരാൻ വണ്ണം ഉപയോഗപ്പെടുത്താതെ അതിനെ പാഴാക്കി കളഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. നോക്കൂ സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല എത്ര ശ്രേഷ്ഠതയാണ് ഈ മാസത്തിന് നൽകിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷത്തിൽ നോമ്പ് നിർബന്ധമാക്കാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് റമളാൻ മാസമാണ്. അവന്റെ കലാമായ, ലോകത്തിനുള്ള മാർഗദർശനമായ, സത്യാസത്യ വിവേചനമായ ഖുർആനിനെ അവതരിപ്പിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തിട്ടുള്ളത് പരിശുദ്ധമായ റമളാൻ മാസമാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിന് ഇത്രയധികം ശ്രേഷ്ഠത നൽകാൻ കാരണമാക്കിയത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല ആദരിച്ച മാസം, അതിന്റെ രാവിലാകട്ടെ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഏതാനും റക്അത്തുകൾ തറാവീഹ് ആയിക്കൊണ്ട്, ഖിയാമുൽ ലൈൽ ആയിക്കൊണ്ട് ഒരാൾ നിസ്കരിച്ചാൽ, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരെങ്കിലും റമളാനിന്റെ രാവിൽ ഈമാനോടുകൂടി, വിശ്വാസത്തോടുകൂടി, പ്രതിഫലേച്ഛയോടുകൂടി നിസ്കരിച്ചാൽ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ പുറത്തു തരും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അറിയിച്ചു. അതിന്റെ പകലിലുള്ള നോമ്പുകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല അറിയിച്ചു, മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരെങ്കിലും റമളാനിന്റെ പകലിൽ ഈമാനോടുകൂടി, വിശ്വാസത്തോടുകൂടി, പ്രതിഫലം ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി നോമ്പനുഷ്ഠിച്ചാൽ അള്ളാഹുവിന്റെ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം പുറത്തു തരും. ഇങ്ങനെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കി നൽകിയിരിക്കുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഈ മഹത്തരമായ രണ്ട് ഇബാദത്തുകളെ കുറിച്ച് ചിന്തിക്കൂ. രാത്രിയുള്ള നിസ്കാരം അതെത്ര എളുപ്പമുള്ള നിസ്കാരമാണ്. എന്തു പ്രയാസമാണ് രാത്രി നിസ്കാരത്തിനുള്ളത്. ഇശാക്ക് ശേഷം ഒരു 11 റക്അത്ത് നിസ്കരിക്കുക, അതല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ കുറവായി ഒരാൾ അല്ലാഹു തആലയ്ക്ക് വേണ്ടി നിസ്കരിച്ചാൽ അവൻ ഈ ഖിയാമുൽ ലൈൽ നിസ്കരിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു. ഇഖ്ലാസോടുകൂടി അല്ലാഹുവിന് വേണ്ടി നിസ്കരിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന പ്രതിഫലം എത്രയാ.
അവന്റെ പാപങ്ങൾ മുഴുവൻ അല്ലാഹു തആല പുറത്തു കൊടുക്കും. ഇനി പകലിലുള്ള നോമ്പിനെ കുറിച്ച് സഹോദരങ്ങളെ ചിന്തിക്കൂ. ആ നോമ്പ് എത്ര എളുപ്പമുള്ള കാര്യമാണ്. ആ നോമ്പ് സഹോദരങ്ങളെ അവനെ സംബന്ധിച്ചിടത്തോളം ഏതാനും കുറഞ്ഞ സമയത്തേക്ക് മാത്രമാണ്. ആ നോമ്പ് കൊണ്ടാകട്ടെ അവന് ഉപകാരമല്ലാതെ യാതൊരു ഉപദ്രവവും റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടില്ല. അങ്ങനെ ആ നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവന്റെ പാപങ്ങൾ അവന് പുറത്തു കൊടുക്കുകയാണ്. ഇനി തീർന്നില്ല സഹോദരങ്ങളെ, ഈ നോമ്പെടുക്കുക വഴി അവനെ സംബന്ധിച്ചിടത്തോളം ഈ നോമ്പിന്റെ ലക്ഷ്യം അവന് സാധൂകരിക്കാൻ പറ്റുന്ന നോമ്പാണ് അവന്റേത്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുക എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. ആ കാര്യങ്ങൾക്ക് ഏറെ എളുപ്പമാകുന്ന കാര്യമാണ് ഒരാൾ അവന്റെ ഭക്ഷണവും വെള്ളവും പാനീയവുമെല്ലാം അങ്ങനെ അവന്റെ റൂഹിനെ, കൽബിനെ ദുനിയാവിയായ തരം താഴ്ന്ന കാര്യങ്ങളിൽ നിന്നുമെല്ലാം അവനെ തെറ്റിച്ചു കളഞ്ഞ് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഉന്നതമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെടുത്താൻ അവനേറെ സഹായകമാകുന്ന കാര്യമാണ് ഈ നോമ്പ് എന്ന് പറയുന്ന കാര്യം. സഹോദരങ്ങളെ, അങ്ങനെ എല്ലാ നിലക്കും റബ്ബ് സുബ്ഹാനഹു വ തആല അവന് പരിശുദ്ധമായി റമളാനിൽ സൽക്കർമ്മങ്ങൾ വാരിക്കൂട്ടാനും അതുപോലെ തന്നെ ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കാനുമുള്ള ഒരു അന്തരീക്ഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി കൊടുത്തിട്ടും അവൻ അതൊന്നും പരിഗണിക്കാതെ ആ റമളാനിന്റെ പകലുകൾ മറ്റുള്ള ദിവസങ്ങളിലെ പകലുകൾ പോലെ കാണുകയും ആ റമളാനിന്റെ രാവുകൾ മറ്റ് രാവുകളെ പോലെ കാണുകയും അങ്ങനെ പാഴാക്കി കളയുകയും ചെയ്താൽ അങ്ങനെ റമളാൻ കഴിഞ്ഞുപോയിട്ടും അവന് സൽക്കർമ്മങ്ങൾ നേടിയെടുക്കാനോ അവന്റെ ഹറാമുകൾ ചെയ്തു പോയതിനുള്ള ആ പാപങ്ങൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കാനോ ആ മാസം കാരണമായിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ, നമ്മളൊന്ന് ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കുക. ഈ പ്രാർത്ഥന ഒരിക്കലും തന്നെ ഒരു അടിമകളോടുമുള്ള ദുൽമല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയെല്ലാം അവന്റെ മഗ്ഫിറത്തും മർഹമത്തും കാരുണ്യവും പാപമോചനവും വാരി വിതറിയിട്ടും അതൊന്നും തന്നെ ഉപയോഗപ്പെടുത്താത്തവർക്കുള്ള താക്കീതും ശിക്ഷയുമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കുക. ഈ മാസത്തെക്കുറിച്ച് മുൻഗാമികൾ പറഞ്ഞത് കാണാൻ സാധിക്കും. ഈ മാസത്തിൽ ഒരാൾ ചൊല്ലുന്ന തസ്ബീഹിന് അത് മറ്റു മാസത്തിൽ ചൊല്ലുന്ന തസ്ബീഹിനേക്കാളും 1000 ഇരട്ടി പ്രതിഫലമുണ്ട് എന്നാണ്. 1000 ഇരട്ടി പ്രതിഫലമുണ്ട്. മഹാനായ ഇമാം സുഹരി റഹിമഹുള്ള പറഞ്ഞതായി തിർമിദി ഉദ്ധരിക്കുകയാണ്. തസ്ബീഹത്തുൻ ഫീ റമളാൻ തഅദിലു അൽഫ തസ്ബീഹത്തിൻ ഫീ ഗൈരി റമളാൻ. റമളാനിൽ ഒരാൾ ഒരു തസ്ബീഹ് ചൊല്ലിയാൽ മറ്റു മാസത്തിൽ ചൊല്ലുന്ന തസ്ബീഹിനേക്കാളും 1000 ഇരട്ടി പ്രതിഫലമുണ്ട്. ഒരു സുന്നത്തായ കാര്യത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച പ്രതിഫലം ഇങ്ങനെയാണെങ്കിൽ ഫർളിനുള്ള പ്രതിഫലം എന്തായിരിക്കും? 5 നേരത്തിന് അല്ലാഹു തആല റമളാൻ മാസത്തിൽ 5 നേരത്തെ നിസ്കാരത്തിന് നൽകുന്ന പ്രതിഫലം എന്തായിരിക്കും? റവാത്തിബ് സുന്നത്തുകൾക്ക് നൽകുന്ന പ്രതിഫലം എന്തായിരിക്കും? എമ്പാടും പ്രതിഫലമാണ്. അതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഇതാ ഈ മാസത്തിൽ ഖുർആൻ ഇറക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത മാസമാണ്. അതുകൊണ്ട് ഈ മാസത്തിൽ ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് അല്ലാഹു തആല കണക്കില്ലാതെ പ്രതിഫലം നൽകുന്നതാണ്. ഒരു ഹർഫ് പാരായണം ചെയ്തവന് എല്ലാ കാലഘട്ടത്തിലും 10 കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫ്. അലിഫ് ലാം മീം എന്ന ഒരു ആയത്ത് ഒരാൾ പാരായണം ചെയ്താൽ അത് ഒരൊറ്റ ഹർഫാണെന്ന് ഞാൻ പറയുന്നില്ല. ബൽ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫ് ഒരു ഹർഫാണ്, ലാം ഒരു ഹർഫാണ്, മീം ഒരു ഹർഫാണ്. ഓരോ ഹർഫിനും സഹോദരങ്ങളെ 10 ഇരട്ടിയാണ് മിനിമം പ്രതിഫലം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയും പ്രതിഫലങ്ങൾ നിന്റെ ഖുർആൻ പാരായണത്തിലൂടെ നൽകുകയാണ്, നിന്റെ ദിക്റിലൂടെ നൽകുകയാണ്. അതുപോലെ സാധുക്കളെ സഹായിക്കുന്നതിന് വേണ്ടി നീ ഈ മാസത്തിൽ ചെലവഴിച്ചു കഴിഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല കണക്കില്ലാത്ത പ്രതിഫലം നിനക്ക് നൽകുകയാണ്. ഇരു ലോകത്തും സമാധാനവും സൗഖ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം നൽകുകയാണ്. അങ്ങനെ എല്ലാ നിലക്കും ഖൈറുകളുള്ള മാസമാണ്. എല്ലാ നിലക്കും റബ്ബ് സുബ്ഹാനഹു വ തആലയോട് അടുക്കാൻ സാധിക്കുന്നതായ മാസമാണ്. പക്ഷേ നമ്മൾ പാഴാക്കി കളഞ്ഞാൽ സഹോദരങ്ങളെ ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ റമളാൻ മാസം നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് പൂർണ്ണമായ തൗബയോടുകൂടി ഇസ്തിഗ്ഫാറോടുകൂടി ഈ മാസത്തെ സമീപിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞുപോയ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തിന്മകളിൽ നിന്നും ആത്മാർത്ഥമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തൗബ ചെയ്യണം. എങ്കിലേ റമളാനിലുള്ള ഖൈർ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈ റമളാനിന് ദുആ ചെയ്തതിലെതിരാകാതെ രക്ഷപ്പെട്ടവരുടെ മാർഗത്തിൽ നമുക്ക് നിലകൊള്ളാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്തെല്ലാം തിന്മകളാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് ഓരോ ആണും പെണ്ണും പരിശോധിക്കട്ടെ. ഈ ഒരു റമളാനോടുകൂടി, ഈ റമളാനിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ഞാൻ എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കുമെന്നുള്ള ഉറച്ച തീരുമാനമെടുക്കട്ടെ. അതിനാണല്ലോ തൗബ എന്ന് പറയുന്നത്. ചെയ്തു പോയ തിന്മകളോട് അങ്ങേറ്റത്തെ ഖേദത്തോടുകൂടി ഇനി ഒരിക്കലും അതിലേക്ക് മടങ്ങുകയില്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടി റമളാനിലേക്ക് പ്രവേശിക്കട്ടെ. അങ്ങനെ പ്രവേശിച്ചാൽ സഹോദരങ്ങളെ, ഈ റമളാൻ കൊണ്ട് കിട്ടേണ്ട നേട്ടങ്ങൾ അവന് ലഭിക്കുമെന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, റമളാനിനെ വരവേൽക്കുന്ന വേളയിൽ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരുപാട് സൽക്കർമ്മങ്ങളെ കുറിച്ച് നാം പറഞ്ഞല്ലോ. അതെല്ലാം പരമാവധി ചെയ്യാനുള്ള നീയത്ത് നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. നാം അതിനെ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. റമളാനിന്റെ പകലുകളിൽ കിടന്നുറങ്ങുക, രാത്രി ഇങ്ങനെ വിനോദങ്ങൾക്ക് വേണ്ടി അങ്ങാടിയിൽ തെണ്ടി നടക്കുക എന്ന് പറയുന്ന സഹോദരങ്ങളെ, റമളാനിനെ അവഗണിച്ച ആളുകളുടെ സ്വഭാവമാണ്. അക്കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. മറിച്ച് റമളാൻ എന്നുള്ളത് ഖുർആനിന്റെ മാസമാണ്. ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യാൻ നാം നേരത്തെ തന്നെ പ്ലാൻ ചെയ്യേണ്ടതുണ്ട്.
ഓരോ വക്തുകളും തിരഞ്ഞെടുത്തുകൊണ്ട് ഞാൻ ഈ സമയത്ത് ഇത്രയധികം ഖുർആൻ പാരായണം ചെയ്യും. അങ്ങനെ അവൻ നേരത്തെ പ്ലാൻ ചെയ്തുകൊണ്ട്, രാത്രി നിസ്കാരത്തെക്കുറിച്ച് പ്ലാൻ ചെയ്തുകൊണ്ട് കൃത്യമായി സഹോദരങ്ങളെ ആ മാസത്തിൽ മറ്റു മാസങ്ങളിൽ ചെയ്യാത്തത്രയും ഫർദുകൾക്ക് പുറമെ സുന്നത്തുകൾ കൂടി ഉൾപ്പെടുത്താനുള്ള പരിശ്രമം നമുക്കുണ്ടാകേണ്ടതുണ്ട്. രാത്രി നിസ്കാരത്തെക്കുറിച്ച് കൃത്യമായി നമ്മൾ സമയം നിശ്ചയിച്ച് മസ്ജിദുകളിലേക്ക് പോയി സഹോദരങ്ങളെ പൂർണ്ണമായി നമ്മൾ പ്രതിഫലം കരസ്ഥമാക്കേണ്ടതുണ്ട്. കാരണം ഇമാമിനോടൊപ്പം ഈ മാസത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ആരെങ്കിലും ഇമാമിനോടൊപ്പം രാത്രി മുഴുവൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ, ഇമാമിനോടൊപ്പം ചിലപ്പോൾ അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ അവൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ കുതിബ ലഹു ഖിയാമു ലൈല, അവന് രാത്രി മുഴുവൻ നിസ്കരിച്ചതിന്റെ പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ മാസത്തിൽ സഹോദരങ്ങളെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ തയ്യാറാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യുക. എന്തെല്ലാം സൽക്കർമ്മങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുണ്ടോ അതെല്ലാം പരമാവധി ചെയ്യണമെന്ന ആത്മാർത്ഥമായ നിയ്യത്തുണ്ടാവുക. അത്തരം നിയ്യത്തുകൾ അത് സത്യസന്ധതയോടുകൂടിയുള്ള നിയ്യത്തുകളാണ് എങ്കിൽ സഹോദരങ്ങളെ ഏതെങ്കിലും കാരണത്താൽ നമുക്കത് ചെയ്യാൻ സാധിക്കാതെ വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ നല്ല നിയ്യത്തിന് പ്രതിഫലം നൽകുമെന്നുള്ള കാര്യം നീ സന്തോഷിക്കുക. ആ നിയ്യത്ത് ആത്മാർത്ഥതയുള്ളതായിരിക്കണം. എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് സംശയമത്തിലല്ല, ഞാൻ ഉറപ്പിച്ച് ചെയ്യുമെന്ന ആത്മാർത്ഥതയോടുകൂടി ഞാൻ തീരുമാനിക്കണം. ഈ ഒരു റമദാനിൽ മുമ്പുള്ള റമദാനിലേക്കാൾ ഞാൻ കൂടുതൽ ഓതും, മുമ്പുള്ള റമദാനിലേക്കാൾ കൂടുതൽ നിസ്കരിക്കും, മുമ്പുള്ള റമദാനിൽ ഒന്നും ചെയ്യാത്ത സൽക്കർമ്മങ്ങൾ ഞാൻ ചെയ്യും, സാധിക്കുമെങ്കിൽ ഇഅ്തികാഫിരിക്കും, സാധിക്കുമെങ്കിൽ ഉംറക്ക് പോകും. അങ്ങനെ എന്തെല്ലാം നന്മകൾ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ ആ കാര്യങ്ങളെല്ലാം സഹോദരങ്ങളെ നല്ല നിലക്ക് നമ്മൾ നിയ്യത്താക്കി കഴിഞ്ഞാൽ അതെങ്ങാനും നമുക്ക് ചെയ്യാൻ സാധിക്കാതെ വന്നാലും റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് വലിയ പ്രതിഫലം നൽകും എന്നറിയിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തിൽ നടത്തുന്ന ഉംറയെ കുറിച്ച് പറഞ്ഞു, ഫൈന ഉംറതൻ ഫീഹി തഅദിലു ഹജ്ജ, ഈ മാസത്തിൽ ഒരാൾ ഉംറ ചെയ്താൽ അവന് ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലം കിട്ടുമെന്നാണ്. സുബ്ഹാനല്ലാഹ്, ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലമാണ്. അവന്റെ ജീവിതത്തിലെ ഹജ്ജ് അത് അവൻ വേറെ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ആ ഹജ്ജിലൂടെ അത്രയും ദിവസത്തെ പരിശ്രമങ്ങളിലൂടെ അവൻ കഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന ഹജ്ജിനുള്ള പ്രതിഫലം ഈ മാസത്തിൽ അവൻ ചെയ്യുന്ന ഉംറക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് സൽക്കർമ്മങ്ങളായ സൽക്കർമ്മങ്ങളെല്ലാം നമുക്ക് സാധിക്കുന്നത് പോലെ നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തിൽ ധാരാളക്കണക്കിന് സ്വതക്കകൾ നൽകിയിരുന്നു എന്ന് കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യുക, ഈ മാസത്തിൽ സാധിക്കുന്ന എത്ര ധാരാളമായി സദഖകൾ ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ട് പറയുന്നത് കാണാൻ സാധിക്കും, കാന അജ്വദൻ നാസി ബിൽ ഖൈർ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഉദാരനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വകാന അജ്വദ മാ യകൂനു ഫീ റമളാൻ, ആ റമളാൻ മാസത്തിലാണ് അവിടുന്ന് ഏറ്റവും കൂടുതൽ ഉദാരനായി തീരുന്നത്, ആളുകളെ സഹായിക്കുന്നതിനും ആളുകളെ പ്രയാസങ്ങളിൽ കണ്ണീരൊപ്പുന്നതിനും വേണ്ടി. സഹോദരങ്ങളെ ഈ മാസത്തിൽ ഏറ്റവും കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെലവഴിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് സാധിക്കുന്ന അത്തരത്തിൽ എന്തെല്ലാം നന്മകളുണ്ടോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, അതെല്ലാം നമ്മൾ പരിശ്രമിക്കുക. ഖുർആൻ പാരായണത്തിന്റെ കാര്യം പറഞ്ഞു സഹോദരങ്ങളെ, മുൻഗാമികൾ പറഞ്ഞത് കാണാൻ സാധിക്കും. റമളാൻ മാസം പോലെയുള്ള ശ്രേഷ്ഠതയുള്ള മാസങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില വിലക്കുകൾ അത് അവിടെ ബാധകമല്ല എന്നാണ്. അഥവാ ഖുർആൻ 3 ദിവസങ്ങൾ കൊണ്ട് 3 ദിവസത്തിനുള്ളിൽ പാരായണം ചെയ്യുക എന്നുള്ളത് പൊതുവെ പാടില്ലാത്ത കാര്യമാണ്. എന്നാൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുകയാണ്, ശ്രേഷ്ഠതയുള്ള സ്ഥലങ്ങളിലെത്തിയാൽ, മക്കയും മദീനയും പോലെയുള്ള സ്ഥലങ്ങളെത്തിയാൽ, അതുപോലെ തന്നെ ശ്രേഷ്ഠതയുള്ള രാവുകളും പകലുകളും നമ്മളിലേക്ക് വന്നെത്തി കഴിഞ്ഞാൽ അത് ബാധകമല്ല, മറിച്ച് അതിനേക്കാൾ കൂടുതൽ ഖുർആൻ പാരായണം ചെയ്യണം. മുൻഗാമികൾ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്, സലഫുകൾ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് കൂടുതൽ ഖത്മുകൾ പൂർത്തിയാക്കാൻ സഹോദരങ്ങളെ ഈ മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ചെറുതാണെന്ന് ധരിച്ചു പോകുന്ന പല സുന്നത്തുകളുമുണ്ട്. അതെല്ലാം സഹോദരങ്ങളെ നന്നായി നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രതിഫലങ്ങൾക്ക് അത് ഇരട്ടി പ്രതിഫലങ്ങൾ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. അത്താഴം കഴിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ വലിയ ബറക്കത്ത് കിട്ടുന്ന കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അത്താഴം കഴിക്കണം. അത്താഴം കഴിക്കുക എന്നുള്ളത് ബറക്കത്തുള്ള കാര്യമാണ്. തസഹറു ഫൈന ഫി സഹൂരി ബറക, അത്താഴം കഴിക്കുക അത് ബറക്കത്തുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ അത്താഴം തന്നെ ഏറ്റവും അവസാനത്തിലേക്ക് വൈകിപ്പിക്കുക എന്നുള്ളതും അത്താഴത്തിൽ ഈത്തപ്പഴം പോലെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ളതും അത് കൂടുതൽ നല്ല കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. അത്തരത്തിൽ എന്തെല്ലാം സുന്നത്തുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുകയും വേണം. അതുപോലെ സഹോദരങ്ങളെ റമളാനിന് ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ നിറവേറ്റാത്ത റമളാൻ കൊണ്ട് നമുക്ക് യാതൊരു കാര്യവുമില്ല. റമളാനിന്റെ ലക്ഷ്യം ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ള ആളുകളാവുന്നതിന് വേണ്ടിയിട്ട് എന്നാണ്. അതല്ലാതെ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളെ പട്ടിണിയാക്കാനാണ്, അതല്ലെങ്കിൽ നിങ്ങളൊന്ന് പട്ടിണി രുചി അറിയാനാണ്, നിങ്ങൾക്ക് ദാഹം അത് അനുഭവിക്കാനാണ് എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് റമളാനിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു മാസത്തിൽ നീ തഖ്വയുള്ള ആളുകളുടെ കൂട്ടത്തിലേക്ക് ഉൾപ്പെടണം. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ
അത് പൂർണ്ണമായി പാലിക്കുന്ന, അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കുന്ന മാനസികാവസ്ഥയിലേക്ക് നിനക്ക് എത്തണം. അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഹലാലായിട്ടുള്ള കാര്യങ്ങൾ പോലും നിനക്കൊരു പരിശീലനമായി നൽകുകയാണ്. റമളാനിന്റെ പകലിൽ നിനക്ക് ഹലാലായ ഭക്ഷണവും വെള്ളവും ഭാര്യയുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഇതിലൂടെ നീ പഠിച്ചെടുക്കണം. അള്ളാഹു ഹലാലാക്കി അനുവദനീയമാക്കിയ കാര്യങ്ങൾ പോലും എനിക്ക് ഈ സമയത്ത് വിട്ടുനിൽക്കാൻ സാധിക്കുന്നുവെങ്കിൽ, അതെല്ലാം ഉപകാരമുള്ള കാര്യമായിട്ട് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി എൻ്റെ മനസ്സിനെ ഈ കാര്യത്തിൽ നിന്ന് പിടിച്ചു വെക്കാൻ എനിക്ക് സാധിക്കുമെങ്കിൽ, എന്തുകൊണ്ട് എനിക്ക് ഇരുലോകത്തും ഉപദ്രവം ഉണ്ടാക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന, മാനസികമായ ഞെരുക്കങ്ങൾ ഉണ്ടാക്കുന്ന പാപങ്ങളിൽ നിന്നും എനിക്ക് വിട്ടുനിൽക്കാൻ സാധിക്കുന്നില്ല? അത് തീർച്ചയായും സാധിക്കേണ്ടതാണ്. അങ്ങനെയുള്ള കഴിവ്, അങ്ങനെയുള്ള ശക്തി, അങ്ങനെയുള്ള ഇച്ഛാബോധം റബ്ബ് സുബ്ഹാനഹു വ തആല ഈ റമളാനിലൂടെ നമ്മിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ആ പാഠം പഠിക്കാതെ സഹോദരങ്ങളെ ഓരോ റമളാൻ കഴിയുമ്പോഴേക്കും പഴയ രൂപത്തിലേക്ക് മടങ്ങുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിന് നിശ്ചയിച്ച കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയില്ല എന്നാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, റുബ്ബ സായിമിൻ, എത്ര നോമ്പുകാരാണ്, ലൈസ മിൻ ഹല്ലിഹി ഫി സിയാമി അൽ-അത്ശു വൽ-ജൂഉ, അവന് നോമ്പിൽ അവനാകെ കിട്ടിയിട്ടുള്ള ഓഹരി എന്ന് പറയുന്നത് പട്ടിണിയും അതുപോലെ തന്നെ ദാഹവും മാത്രമാണ്. അതുമാത്രമാണ് അവൻ നേടിയെടുക്കുന്നത്. അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അവിടുന്ന് തന്നെ അറിയിച്ചല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നീ ഇങ്ങനെ വെള്ളവും ഭക്ഷണവും മാത്രം ഒഴിവാക്കുന്നത് കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് യാതൊരു കാര്യവുമില്ല. മൻ ലം യദഅ ഖൗല അസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വ ശറാബഹു. ആരാണോ ഖൗലുസ്സൂറും അതുപോലെ തന്നെ മോശപ്പെട്ട വാക്കുകളും മോശപ്പെട്ട പ്രവൃത്തികളും അവന്റെ ജീവിതത്തിൽ നിന്നും റമളാനിൽ ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നീ വെള്ളവും ഭക്ഷണവും മാത്രം ഒഴിവാക്കുന്നതിൽ റബ്ബിന് യാതൊരു ആവശ്യവുമില്ല. അല്ലാഹു തആലക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല നിങ്ങളോട് നോമ്പിന്റെ പകലിൽ ഭക്ഷണവും വെള്ളവും നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയത്, നോമ്പിന്റെ രാവുകളിൽ നിങ്ങൾക്ക് നിസ്കാരം നിശ്ചയിച്ചു വന്നിട്ടുള്ളത്. മറിച്ച് അതിലൂടെ നിങ്ങൾ അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, റമളാൻ മാസത്തിന്റെ ലക്ഷ്യം അത് പൂർത്തിയാക്കുന്ന ഒരു റമളാനായി തീരാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. ഒരു വേള നമ്മുടെയൊക്കെ ജീവിതത്തിലെ അവസാനത്തെ റമളാൻ ഇതായിരിക്കാം എന്ന ചിന്തയോടുകൂടി നമ്മൾ ഓരോരുത്തരും ഈ റമളാനിലേക്ക് പ്രവേശിക്കുക. നല്ല നല്ല നിയ്യത്തുകൾ ഇപ്പോൾ തന്നെ കരുതുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ റമളാൻ മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറിന്റെ വാതിലുകളെല്ലാം നമുക്ക് തുറന്നിടുന്ന വേളയിൽ നമ്മളെ ആ നന്മകളിൽ നിന്നും തെറ്റിച്ചു കളയാൻ മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചുക്കൾ എപ്പോഴും തക്കം പാത്തിരിക്കുന്നുണ്ട്. മുസ്ലിമീങ്ങളെ നന്മകളിൽ നിന്നും തടയുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് മാർഗങ്ങൾ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ സഹോദരങ്ങളെ നമ്മൾ വഞ്ചിതരായിക്കൊണ്ട് നമ്മൾ അതിലേക്ക് ചേക്കേറാൻ പാടില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുള്ള ഈ റമളാനിന്റെ ശ്രേഷ്ഠതകളെ കുറിച്ച് അവൻ ഓർക്കേണ്ടതുണ്ട്. ഈ റമളാനിലുള്ള നിമിഷങ്ങൾ മറ്റു നിമിഷങ്ങളെക്കാളും എനിക്ക് പ്രിയപ്പെട്ടതാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ഈ മാസത്തിന്റെ രാവുകളിൽ ഇങ്ങനെ അങ്ങാടികളിൽ ഭക്ഷണത്തിന് വേണ്ടി തിന്നു നടന്നുകൊണ്ട് ഈ രാത്രിയുടെ ശ്രേഷ്ഠതകൾ പാഴാക്കുന്നവരായി നമ്മൾ തീരാൻ പാടില്ല. എത്ര ആളുകളാണ് മുസ്ലിം ഉമ്മത്തിൽ റമളാനിന്റെ രാവുകളിൽ ഫർളായ നിസ്കാരങ്ങൾ പോലും ജമാഅത്തായി നിസ്കരിക്കുക എന്നുള്ള കാര്യം ഒഴിച്ചു നിർത്തുകയാണ്. വേറെ ചിലർ അതിന്റെ വക്ത് തന്നെ ഖളാ ആക്കിക്കൊണ്ട് നിസ്കരിക്കുകയാണ്. എന്താണ് കാരണം? നോമ്പുതുറ പരിപാടിയാണെന്ന് പറഞ്ഞുകൊണ്ട്, നോമ്പുതുറക്ക് ശേഷമുള്ള ഭക്ഷണ പരിപാടിയാണെന്ന് പറഞ്ഞുകൊണ്ട്, അതല്ലെങ്കിൽ അങ്ങാടികളിലുള്ള റമളാൻ സ്റ്റാളുകളിൽ നിരന്ന് നീങ്ങിക്കൊണ്ട് സഹോദരങ്ങളെ അങ്ങനെ ആ ശ്രേഷ്ഠമായ സമയങ്ങളെ പാഴാക്കി കളയുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ഈ ശ്രേഷ്ഠമായ രാവുകൾ അതിങ്ങനെ ഭക്ഷണത്തിന്റെയും പാനീയത്തിന്റെയും ആസ്വാദനത്തിന്റെയും മാർഗങ്ങളായി നിശ്ചയിച്ചിട്ടുള്ളതല്ല. ഇതൊന്നും മുസ്ലിമീങ്ങളുടെ രീതിയല്ല, മുസ്ലിമീങ്ങൾക്ക് പരിചയമുള്ള കാര്യവുമല്ല. അതുകൊണ്ട് അത്തരം സ്റ്റാളുകളെ സഹോദരങ്ങളെ കൃത്യമായി നമ്മൾ ബഹിഷ്കരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇബാദത്തുകൾ മസ്ജിദുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മസ്ജിദുകളിൽ ഇരുന്നുകൊണ്ട് ഇബാദത്തുകൾ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതല്ലാതെ അത്തരം സ്റ്റാളുകളിലും മറ്റുമൊക്കെ തിങ്ങിക്കൂടിക്കൊണ്ട് ശ്രേഷ്ഠമായ രാവുകളെ പാഴാക്കി കളയുക എന്ന് പറയുന്നത് സഹോദരങ്ങളെ വളരെയധികം ബുദ്ധിശൂന്യമായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെട്ടു പോകും. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. ഭക്ഷണവും പാനീയവും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല രാവിലെ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ അമിതവ്യം കാണിച്ചുകൊണ്ട് അല്ലാഹു തആലയുടെ ദീനിലെ ഇബാദത്തുകൾ പാഴാക്കിക്കൊണ്ടുള്ള ഭക്ഷണവും പാനീയവും അങ്ങനെയുള്ള സമയങ്ങളും സഹോദരങ്ങൾ നമുക്ക് ആവശ്യമില്ല. ശ്രദ്ധിക്കുക. അതുപോലെ സഹോദരങ്ങളെ, റമളാൻ ആയി കഴിഞ്ഞാൽ ആളുകൾ ഇതാ പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള തിരക്കുകളാണ് അതിന്റെ ആദ്യത്തിലേക്ക് മുതൽ.
അഥവാ റമദാൻ എന്ന് പറയുന്നത് അത് പെരുന്നാളിന് വേണ്ടിയാണെന്ന് തോന്നുന്നത് പോലെയാണ്. അതിനുവേണ്ടി അതിന്റെ ആദ്യം മുതൽ ഓരോ ആഴ്ചകളിലും ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി സഹോദരങ്ങൾ ആളുകൾ ഒരുങ്ങുകയാണ്. വസ്ത്രങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ദിവസങ്ങളോളം അങ്ങാടികളിൽ കറങ്ങി നടക്കുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, റമദാനിന്റെ പകലിൽ ശ്രേഷ്ഠതയുള്ള പകലാണ്. നമുക്ക് കേട്ടല്ലോ, ആ റമദാനിന്റെ ഒരു നിമിഷത്തിൽ ഒരു ദിക്ർ നീ ചൊല്ലുന്നതിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. അതുകൊണ്ട് പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള വസ്ത്രങ്ങളും മറ്റുമൊക്കെ നീ ശഅബാൻ മാസത്തിൽ തന്നെ നിനക്ക് എന്തുകൊണ്ട് തയ്യാറായിക്കൂടാ? ആ കാര്യങ്ങളെല്ലാം നേരത്തെ ഒരുക്കി വെച്ചിട്ട് നിനക്ക് വേണ്ട അങ്ങനെയുള്ള ഭൗതികമായ വിഭവങ്ങളും മറ്റുമൊക്കെ നേരത്തെ വീടുകളിലേക്ക് ഒരുക്കി വെച്ചിട്ട് ഈ മാസത്തിൽ പൂർണ്ണമായി എന്തുകൊണ്ട് ഇബാദത്തുകൾക്ക് വേണ്ടി മാറ്റിയിരിക്കാൻ നിനക്ക് സാധിക്കുന്നില്ല? ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും പലരും വഞ്ചിതരായി തീരുകയാണ്. ശ്രേഷ്ഠമായ അവസാനത്തെ 10 ദിവസങ്ങളിൽ പോലും അങ്ങാടികളിൽ തിരക്കുകൾ കൂടുകയാണ്. രാത്രിയിൽ മസ്ജിദുകളിലേക്ക് ആളുകൾ ഇഅ്തികാഫ് ഇരിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള കടകളിൽ ആളുകൾ ഇങ്ങനെ കുമിഞ്ഞുകൂടുകയാണ്. അങ്ങനെ സമയങ്ങൾ പാഴാക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ എത്ര ബുദ്ധിശൂന്യമായ പ്രവൃത്തിയിലാണ് ആയി പോകുന്നത്. ആരാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക് വഞ്ചിതരാക്കുന്നത്? അതുകൊണ്ട് ബുദ്ധിയുള്ളവരാകുക. ശ്രേഷ്ഠമായ സമയങ്ങൾക്ക് വേണ്ടി നേരത്തെ തന്നെ ഒരുങ്ങാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ സ്ത്രീകളോട് മറ്റുമൊക്കെ പറയാനുള്ളത്, നിങ്ങൾ റമദാൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഭക്ഷണങ്ങൾ അത് പരിശീലിക്കാനുള്ള മാസമല്ല. അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി മണിക്കൂറുകളോളം അടുക്കളയിൽ നിങ്ങൾ അങ്ങനെ തളച്ചിടപ്പെടേണ്ട ആളുകളല്ല. മറിച്ച് റമദാനിന് വേണ്ടി അതിന് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതിന് നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. പക്ഷെ ഇങ്ങനെ വൈവിധ്യങ്ങളാർന്ന ഭക്ഷണങ്ങൾ ഉണ്ടാക്കി സമയങ്ങൾ ഒരുപാട് അടുക്കളയിൽ കളയുക എന്നുള്ളത് ഒരിക്കലും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അഭികാമ്യമായിട്ടുള്ള കാര്യമല്ല. പുരുഷന്മാരും ആ കാര്യത്തിൽ അവരെ സഹായിക്കേണ്ടതുണ്ട്. ആവശ്യമായ ഭക്ഷണങ്ങൾ മാത്രം ഒരുക്കിക്കൊണ്ട്, അങ്ങനെ ആവശ്യത്തിന് മാത്രം ഭക്ഷണവും മറ്റുമൊക്കെ ഒരുക്കിക്കൊണ്ട് റമദാൻ ഒരു ഭക്ഷണത്തിന്റെ മാസമല്ല എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇബാദത്തുകളുടെ മാസമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെ സ്ത്രീയും പുരുഷനുമെല്ലാം വീടുകളിലും മസ്ജിദുകളിലുമായി ഇബാദത്തുകൾക്ക് വേണ്ടി സമയം അത് ചെലവഴിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ സഹോദരങ്ങളെ, ടിവികളിലും മറ്റുമൊക്കെ പല രൂപത്തിലുള്ള റമദാൻ പരിപാടി, റമദാൻ ക്വിസ്, റമദാനിലുള്ള പ്രത്യേകമായ പരിപാടികൾ എന്ന് പറഞ്ഞ് പലതും വരുന്നുണ്ട്. ഇതിലൊന്നും യാതൊരു ഹൈറുമില്ല. മറിച്ച് പല രൂപത്തിലുള്ള റമദാൻ സംഗീതം എന്ന് പറഞ്ഞുകൊണ്ട്, ഈ പെരുന്നാളിന്റെ സംഗീതം എന്ന് പറഞ്ഞുകൊണ്ട് പല ഹറാമായ മ്യൂസിക്കുകളും ആണും പെണ്ണും ഒക്കെ കൂടിക്കലർന്നുകൊണ്ടുള്ള പല പരിപാടികളും സഹോദരങ്ങളെ ദീനുൽ ഇസ്ലാമിന് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം മുസ്ലിമീങ്ങൾ ബഹിഷ്കരിക്കുക. റമദാനിന് സമയം പോകണമെന്നുള്ള പേരിൽ പലരും പല രൂപത്തിലുള്ള ഇത്തരം സീരിയലുകളും ഇത്തരം ഈ രൂപത്തിലുള്ള വെബ് സീരീസും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, റമദാൻ അങ്ങനെ സമയം പാഴാക്കേണ്ട മാസമല്ല. റമദാൻ അങ്ങനെ ചില ആളുകൾ പറയുന്നത് പോലെ ടൈം പാസിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി പല വിനോദങ്ങളും തുടങ്ങുന്നവരുണ്ട്. ഇത് സഹോദരങ്ങളെ, റമദാനിന്റെ ലക്ഷ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല. റമദാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭക്ഷണവും വെള്ളവും ഒക്കെ ഒഴിവാക്കിയിട്ട് ആ ഫ്രീ ഉള്ള സമയത്ത് മറ്റെന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടി ചെലവഴിക്കുക എന്നുള്ളതല്ല. മറിച്ച് ഈ സമയത്തല്ല, നിനക്ക് ഇബാദത്തിന് വേണ്ടിയിട്ടുള്ള സമയമാണ്. നിനക്ക് രാവിലെ ഉച്ചക്കൊന്നും ഭക്ഷണത്തിന് വേണ്ടി മാറിയിരിക്കേണ്ടതില്ല. ആ സമയത്ത് നീ പരമാവധി ഇബാദത്തുകൾ ചെയ്യണം, ഖുർആൻ ഓതണം. അതിൽ നിന്ന് നിനക്ക് മടുപ്പ് തോന്നുന്നെങ്കിൽ അടുത്ത ദിക്റുകൾ ചെയ്യണം. ഇനി നല്ല പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നീ നല്ല നിയത്തോടു കൂടി കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ അതിനും നിനക്ക് പ്രതിഫലമുണ്ട്. അതിനുശേഷം വീണ്ടും ഇബാദത്തുകളിലേക്ക് നീ മുഴുകേണ്ടതുണ്ട്. അതല്ലാതെ എന്തെങ്കിലുമൊക്കെ ടൈം പാസിന് വേണ്ടി ഹറാമുകൾ കണ്ടും ആസ്വദിച്ചും കൊണ്ട്, സംഗീതവും വിനോദങ്ങളും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് നിന്റെ പ്രതിഫലം ഇല്ലാതാക്കി തീർക്കുന്ന റമദാനാക്കി മാറ്റാൻ പാടില്ല. ഹദീസിൽ വന്നതുപോലെ കേവലം പട്ടിണിയും അതുപോലെ തന്നെ ദാഹവുമായിട്ട് റമദാൻ കഴിയുമ്പോൾ നീ മടങ്ങി ഒരു പ്രതിഫലം നീ കരസ്ഥമാക്കിയിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ, അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതുപോലെ സഹോദരങ്ങളെ, റമദാനിലേക്ക് ഒരുങ്ങുമ്പോൾ റമദാനിന്റെ വിധിവിലക്കുകളെ കുറിച്ച് നിങ്ങൾ ശരിക്കും പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച നോമ്പ് അത് സ്വഹീഹായ ശരിയായ നോമ്പായി തീരാൻ, എന്റെ നോമ്പ് ബാത്തിലാകുന്ന കാര്യങ്ങളൊന്നും അതിൽ ഉൾപ്പെട്ടിട്ടില്ല, നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും അറിയാതെ ഞാൻ ചെയ്യുന്നില്ല എന്ന കാര്യം പഠിക്കുന്നതിന് വേണ്ടി റമദാനിന്റെ വിധിവിലക്കുകൾ നിങ്ങൾ പഠിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. ഫർളായ കാര്യങ്ങൾ അത് പഠിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിനും നിർബന്ധമായ കാര്യമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം റമദാനിന്റെ വിധിവിലക്കുകളെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് അതിനുള്ള സംവിധാനങ്ങൾ എമ്പാടുമുണ്ട്, നേരിട്ടും അല്ലാതെയും ഒക്കെ സഹോദരങ്ങളെ അത്തരത്തിൽ സംവിധാനങ്ങളുണ്ട്. അള്ളാഹുവിന്റെ ദീൻ അത് കൃത്യമായി പഠിക്കുക. റമദാനിലേക്ക് വരുന്ന സമയത്ത് റമദാനിൽ എങ്ങനെയാണ് എന്റെ നോമ്പ് ശരിയായി എനിക്ക് നോമ്പെടുക്കാൻ സാധിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന സുന്നത്തുകൾ എന്തൊക്കെയാണ്, മാറ്റി നിർത്തപ്പെടേണ്ടതായ ബിദ്അത്തുകൾ എന്തൊക്കെയാണ്, ഇതെല്ലാം വേർതിരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഏറ്റവും നല്ല പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുന്ന, ന്യൂനതകളില്ലാത്ത നോമ്പ് നിനക്ക് അനുഷ്ഠിക്കാൻ സാധിക്കും. അതുകൊണ്ട് അതുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തോടുകൂടി ഈ റമദാനിലും നമുക്ക് എല്ലാവർക്കും പ്രവേശിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള സൽക്കർമ്മങ്ങൾ ധാരാളമായി വാരിക്കൂട്ടാനും
സ്വർഗത്തിൽ ഓരോ രാവിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതുപോലെ നരകത്തിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന കൂട്ടമുണ്ട് എന്നറിയിച്ച ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ റമളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ റമളാനാക്കി തീർക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡന്റിൽ, കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ഒരു ആക്സിഡന്റിൽ വലിയ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. വലിയ സീരിയസ് ആയിക്കൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടിയുമെല്ലാം ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. എല്ലാവരും വെള്ളിയാഴ്ച ദിവസം പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم اشف مرضانا وارحم موتانا. اللهم اشف مرضانا وارحم موتانا. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم بلغنا رمضان ونحن في صحة وعافية. اللهم بلغنا رمضان ونحن في صحة وعافية. اللهم بلغنا رمضان ونحن في صحة وعافية. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. الله تعالى أعلم، وصلى الله على نبينا محمد وعلى آله وصحبه وسلم.